അടുത്ത സുഹൃത്തിൽ നിന്നായിരുന്നു ഇസ്രായേൽ ഇറാൻ ബന്ധം ആടിയുലഞ്ഞ് ശത്രുവിലേക്ക് പോയത്. ഇറാന്റെ പ്രസിഡന്റിന്റെ മരണത്തോടെ വീണ്ടും ഇസ്രായേൽ ഇറാൻ ബന്ധം ചർച്ചയാകുകയാണ്. ഇസ്രായേലിന്റെ പ്ലാനാണോ ഇറാൻ പ്രസിഡന്റിന്റെ കൊലപാതകം എന്നൊക്കെയാണ് ചർച്ചയാകുന്നത്. 1948 പലസ്തീൻ പ്രദേശം വിഭജിച്ച് ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുന്ന കാലത്ത് ഇറാനും ഇസ്രായേലും തമ്മിൽ സൗഹൃദം നിലനിന്നിരുന്നു. ഇസ്രായേലിനെ അംഗീകരിച്ച രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിരുന്നു ഇറാൻ. ബ്രിട്ടീഷുകാർ പലസ്തീൻ വിട്ടുപോകുമ്പോൾ പ്രദേശം വിഭജിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു. UN 11 അംഗ രാജ്യങ്ങളുടെ പ്രത്യേക സമിതി രൂപീകരിച്ചു. വിഭജന പദ്ധതിയെ എതിർത്ത 3 രാജ്യങ്ങളിൽ ഇന്ത്യക്കൊപ്പം ഇറാനും ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. ഇസ്രായേൽ, അമേരിക്ക, ബ്രിട്ടൻ സഖ്യത്തോടും പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങളോടും തുല്യമായ ബന്ധം നിലനിർത്താനുള്ള തന്ത്രമായിരുന്നു ഇറാൻ അന്ന് സ്വീകരിച്ചത്. UN അനുമതി നൽകിയതിനേക്കാൾ കൂടുതൽ പ്രദേശം ഇസ്രായേൽ ബലമായി പിടിക്കാൻ തുടങ്ങിയതോടെ പലസ്തീൻകാർ കൂട്ടത്തോടെ പലായനം ചെയ്യേണ്ടി വന്നു. അക്കാലത്ത് ഷാ പവ്ലവി ഭരണത്തിന് കീഴിലായിരുന്നു ഇറാൻ. മുഹമ്മദ് റസ പവ്ലവിയായിരുന്നു ഭരണാധികാരി. 1925 മുതൽ 1979 വരെ ഇറാൻ ഭരിച്ചത് ഷാ പഹ്ലവി ആയിരുന്നു. ഇസ്രായേലിലെ ആദ്യമായി അംഗീകരിച്ച മുസ്ലിം ഭൂരിപക്ഷ രാജ്യം തുർക്കിയാണ്. രണ്ടാമത് ഇറാനായിരുന്നു. വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇറാനിൽ ഭരണം മാറി. 1979 ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണകൂടം നിലവിൽ വന്നു. ഷാ ഭരണകൂടം പുറത്തായതോടെ ഇസ്രായേലുമായുള്ള വിദേശ നയവും മാറി. അമേരിക്കയും ഇസ്രായേലിനെയും ശത്രുപക്ഷത്ത് നിർത്തപ്പെട്ടു. ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധവും ഇറാൻ റദ്ദാക്കി. വിമാന സർവീസ് നിർത്തി. പൗരന്മാർക്ക് പരസ്പരം രാജ്യങ്ങൾ സന്ദർശിക്കാൻ പറ്റാതായി. ഇറാനിലെ ഇസ്രായേൽ എംബസി പലസ്തീൻ എംബസിയാക്കി മാറ്റി. റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച ഖുദ്സി ദിനമായി ആദരിച്ച് പലസ്തീൻകാരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഖുമൈനി ആഹ്വാനം ചെയ്തു. ഇസ്രായേലുമായുള്ള പിണക്കം ഒട്ടേറെ നഷ്ടങ്ങൾ ഇറാന് സമ്മാനിച്ചു. ഇരു രാജ്യങ്ങളും പരസ്പരം മത്സരിച്ച് ആയുധങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ഇറാനെതിരെ അമേരിക്ക ഒന്നിനു പിറകെ ഒന്നായി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചു. അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ ആണവായുധം നിർമ്മിച്ചുവെന്ന വാർത്തകളും പ്രചരിച്ചു. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ ഒരുങ്ങിയതോടെ ഉപരോധം ശക്തമായി. ഇതോടെ വിദേശത്തു നിന്നുള്ള ഇറക്കുമതിക്ക് ഇറാൻ വലിയ വെല്ലുവിളി നേരിട്ടു. അസംസ്കൃത എണ്ണ ആഗോള വിപണിയിൽ വിൽക്കാൻ പറ്റാതായി. വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് ഇറാൻ കൂപ്പുകുത്തി. കറൻസി മൂല്യം ഗണ്യമായി കുറഞ്ഞു. ഈ വേളയിൽ റഷ്യ, ചൈന എന്നിവരുടെ പിന്തുണയോടെ പ്രതിസന്ധി മറികടക്കാൻ ഇറാൻ ശ്രമം നടത്തി. പശ്ചിമേഷ്യയിൽ ഷിയ സായുധ സംഘങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി ഇറാൻ എതിർശേരിയെ ചൊടിപ്പിക്കുകയും ചെയ്തു. ആണവ ശക്തിയാകാനുള്ള ഇറാന്റെ ശ്രമത്തിനിടെ പ്രമുഖരായ ശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുകയോ ചെയ്തു. ഇതിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് എന്നാണ് ആരോപണം. കഴിഞ്ഞ ഒക്ടോബറിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിന് പിന്തുണ നൽകുന്നത് ഇറാനാണ്. ഇത് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. സിറിയയിൽ വച്ച് ഇറാന്റെ പ്രമുഖ സൈനിക ഓഫീസർമാരെ ഇസ്രായേൽ ബോംബിട്ട് കൊന്നതും ഇതിന് പിന്നാലെയാണ്. ഇസ്രായേലിനെതിരെ അറബ് ജനതയ്ക്കിടയിൽ നിലനിൽക്കുന്ന വികാരം പരമാവധി മുതലെടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കാൻ സാധിക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ മാസം തെളിയിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാൻ അതിർത്തിയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പിന്നിൽ മൊസാദിന്റെ സാന്നിധ്യം സംശയിക്കുന്നവരുണ്ട്. പഴയ മോഡൽ ബെൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതാണ് ദുരന്തത്തിന് കാരണമെന്ന വാർത്തകളും വന്നു കഴിഞ്ഞു. റൈസിയുടെ മരണത്തിന് പിന്നിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.